ചണ്ഡീഗഡിൽ നിന്ന് വിനീത വിജി കൂടി ചേരുന്നു. ചണ്ഡീഗഡ് ആ, ആ, വിനീത, അവിടെ ഒരു എയർ റെയ്ഡ് സൈറൺ മുഴങ്ങിയെന്ന് കേട്ടിരുന്നു. ആളുകൾ വീടിനുള്ളിൽ തന്നെ തുടരണമെന്ന് നിർദ്ദേശം കൊടുത്തിരുന്നതായും അവിടുത്തെ SSFന്റെ ഒരു ട്വീറ്റ് സന്ദേശം എക്സ് സന്ദേശം കണ്ടിരുന്നു. വിനീത, എന്താണ് അവിടുത്തെ സാഹചര്യം? എന്താണ് പ്രതീക്ഷിക്കപ്പെടുന്നത്? ഹാഷ്മി, ഏതാണ്ടൊരു അല്പസമയം മുൻപാണ് ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ ഒരു സൈറൻ മുഴങ്ങിയിരുന്നത്. ചണ്ഡീഗഡിലെ വിമാനത്താവളത്തോട് ചേർന്നുള്ള മേഖലകളിലായിരുന്നു ആ സൈറൻ എന്നാണ് നമുക്കിപ്പോൾ ലഭ്യമായിരിക്കുന്ന വിവരം. അതിൽ വലിയ രീതിയിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല. ഒരു മുൻകരുതൽ എന്ന രീതിയിൽ ജനങ്ങൾക്കൊരു അലേർട്ട് നൽകിയതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതെങ്കിലും തരത്തിൽ ഒരു ഒരു ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണ് എങ്കിൽ അതിനെ നേരിടുന്നത് സംബന്ധിച്ചുകൊണ്ടുള്ള എല്ലാ ഒരുക്കങ്ങളും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇതിനോടകം തന്നെ പഞ്ചാബിൽ സ്വീകരിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായും ഈ പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന 5 ജില്ലകൾ, ആ മേഖലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കടക്കം ഇതിനോടകം അടുത്ത 3 ദിവസത്തേക്ക് അവധി നൽകിയിരിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്ന ചണ്ഡീഗഡിലടക്കം ഇന്നലെ ഒരു ആക്രമണത്തിലേക്കൊക്കെ ഒരു സാധ്യത ഉണ്ടായ മേഖല കൂടിയാണ്. ഒപ്പം അമൃത്സറിലും സമാനമായിട്ടുള്ള രീതിയിൽ പത്താൻകോട്ടിലും ഒക്കെ നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ കാണാൻ കഴിഞ്ഞതുപോലെ തന്നെ മിസൈൽ ആക്രമണവും ഷെല്ലാക്രമണവും ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ തന്നെ സൈന്യം അതിശക്തമായി തകർത്തിടുകയും ചെയ്തു. ഇപ്പോഴും എല്ലാ മേഖലകളിലും അതീവ ജാഗ്രതാ നിർദ്ദേശം തുടരുന്നുണ്ട്. പക്ഷേ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നുള്ളതാണ് പഞ്ചാബ് മുഖ്യമന്ത്രി അടക്കം അല്പസമയം മുൻപ് അറിയിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ പ്രത്യേകമായ ഒരു അവലോകന യോഗം ഇന്ന് ചേർന്നിട്ടുണ്ടായിരുന്നു. ഈ അതിർത്തികളിലുള്ള ജില്ലകളിലെ കാര്യങ്ങൾ കൃത്യമായി പരിശോധിക്കുന്നതിനും അവിടെ അടിയന്തര ഘട്ടങ്ങളിൽ കൃത്യമായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഉറപ്പാക്കുന്നതിനും മറ്റ് മന്ത്രിമാരെ കൂടി ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. ഇങ്ങനെ 10 മന്ത്രിമാരെയാണ് ഈ പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന ജില്ലകളിലെ സ്ഥിതിഗതികൾ മനസ്സിലാക്കുന്നതിനും നിരീക്ഷിക്കുന്നതിനുമായി ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഒപ്പം ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ ഇന്നലെ അടക്കം ഈ ആക്രമണം ഉണ്ടായ മേഖലകളുണ്ട്. ആ മേഖലകളിലൊക്കെ തന്നെ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ജനജീവിതത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അല്പസമയം മുൻപ് നമ്മളോടൊരു റിക്ഷ ജീവനക്കാരൻ പറഞ്ഞത്, ഞങ്ങൾ ആശങ്കയിലാണ്. കാരണം പുറത്തിറങ്ങാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ പുറത്തിറങ്ങി ജോലിക്ക് പോകുമ്പോഴൊക്കെ മനസ്സിലൊരു പേടിയുണ്ട്. ഞങ്ങൾക്ക് സമാധാനത്തോടെ ജീവിക്കണമെന്നുള്ളത് തന്നെയാണ് ആഗ്രഹം. ഈ വാർത്തകൾ വരുന്നു, പാകിസ്ഥാനിൽ നിന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരുമ്പോൾ അത് ഞങ്ങളെ വളരെയധികം ആശങ്കയുണ്ടാക്കുന്നു എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്നലെ ഈ പത്താൻകോട്ടിലേക്കടക്കം ഉണ്ടായ ആക്രമണ ശ്രമം അത് പഞ്ചാബിനെ സംബന്ധിച്ചിടത്തോളം സാധാരണക്കാരെയൊക്കെ വലിയ രീതിയിൽ ആശങ്കപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ രാവിലെ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ചണ്ഡീഗഡിലൊക്കെ ആളുകൾ അതൊക്കെ ഒന്ന് മാറ്റിവെച്ച് അവരുടെ ഒരു നോർമൽ ലൈഫിലേക്ക് അവരിങ്ങനെ എത്തിയിരിക്കുകയാണ്. പക്ഷേ ഈ ഇടയ്ക്കിടെ ഇങ്ങനെ സൈറൻ മുഴങ്ങുന്നതും പെട്ടെന്നുണ്ടാകുന്ന ഒരു സമ്പൂർണ്ണമായി ഒരു ഇരുട്ടിലേക്ക് മാറുന്നതുമൊക്കെ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ ഒരു ആശങ്കയിലും ഒരു മുൾമുനയിലും നിർത്തുന്നത് തന്നെയാണ് ഹാഷ്മി. അമൃത്സറിലും ചണ്ഡീഗഡിലുമാണ് ഈ പറയുന്ന അപായ സൈറൺ മുഴങ്ങിയത്. 1-2 തവണ മാത്രമേ മുഴങ്ങിയുള്ളൂ. അത് നേരത്തെ പറഞ്ഞ പോലെ ഏതെങ്കിലും തരത്തിൽ ആശങ്കപ്പെടാൻ ജമ്മു അഡ്മിനിസ്ട്രേഷനൊക്കെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പോലെ ഏതെങ്കിലും തരത്തിൽ ആശങ്കപ്പെടേണ്ട സംഗതിയല്ല, ഏതെങ്കിലും തരത്തിൽ ഭയപ്പെടേണ്ട പാനിക്കാവേണ്ട സംഗതിയല്ല. അത് ചില മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി ഉണ്ടാകുന്ന സൈറണുകളാണ്. നമുക്കറിയാം, ശത്രുരാജ്യം പ്രകോപിതനാണ്. ശത്രുരാജ്യം എന്തും ചെയ്യാൻ മടിക്കാതെ നിൽക്കുന്ന ഒരു രാജ്യമാണ്. അവിടെ നിന്നുണ്ടാകുന്ന നേരിയ ചെറിയ നീക്കങ്ങൾ പോലും മുൻകൂട്ടി അറിയാനുള്ള ശേഷി നമ്മുടെ സംവിധാനങ്ങൾക്കുണ്ട്. അപ്പോൾ അവിടെയുള്ള നീക്കങ്ങൾ മുന്നറിഞ്ഞുള്ള ഒരു പടി മുന്നേ കടന്ന് ചെയ്യുന്ന ചില മുന്നൊരുക്കങ്ങളാണ്. അപ്പോൾ അതിനോട് സഹകരിക്കുക എന്നത് മാത്രമേ ഉള്ളൂ, അല്ലാതെ ഏതെങ്കിലും തരത്തിൽ ഭയക്കുകയോ പേടിക്കേണ്ടയോ കാര്യമില്ല.